കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി കോളനിയിൽ കാട്ടാനക്കൂട്ടം തുടർച്ചയായി കൃഷി നശിപ്പിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. രാപ്പകൽ വ്യത്യാസമില്ലാതെ വീടുകൾക്ക് സമീപത്തെത്തുന്ന കാട്ടാനക്കൂട്ടം ജീവന് വരെ ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ആനകളെത്തുകയും നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വീടുകൾക്ക് സമീപത്തെത്തുന്ന കാട്ടാനക്കൂട്ടം ജീവന് വരെ ഭീഷണിയായിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 22, 23, 24 ഈ വർഷങ്ങളിൽ തുടർച്ചയായി എൻ്റെ പറമ്പിൽ സ്ഥിരം ആന കയറി ദേഹണ്ണങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 29 തെങ്ങ് നഷ്ടപ്പെടുത്തുകയും അതിനെല്ലാം ഓൺലൈൻ വഴി അപേക്ഷ നൽകിയിട്ടുള്ളതുമാണ്. യാതൊരു നടപടിയും ഇതേവരെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ ആനകൾ വാഴ, കമുക്, തെങ്ങ്, കപ്പ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. കൃഷിനാശം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ആദിവാസി സമൂഹത്തോട് അധികൃതർ കാണിക്കുന്നത് വലിയ ക്രൂരതയാണെന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രദേശവാസിയായ ഗോപാലകൃഷ്ണൻ പറയുന്നു. കൃഷി ചെയ്ത് ജീവിക്കാൻ പാടില്ലാത്തൊരു സ്ഥിതിയിലാണ് ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ നിവാസികൾ. പരാതിക്ക് യാതൊരു പരിഹാരമില്ലാതെ ആദിവാസികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് മാത്രമേ ഈ കാര്യത്തിൽ കാണാൻ പറ്റുള്ളൂ. സർക്കാർ അനങ്ങാപ്പാറ നയവുമായി പോകുന്ന ഈ സാഹചര്യത്തിൽ ആദിവാസികളോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയും വഞ്ചനയാണെന്നാണ് കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വനപ്രദേശങ്ങളിൽ ആനകൾക്ക് തീറ്റയില്ലാത്ത അതാണ് കാരണം എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ആന ഈ നാട്ടിലിറങ്ങി വിഭവങ്ങൾ ഭക്ഷിച്ച് അതിൻ്റെ രുചി പറ്റി ആ രുചിക്ക് വേണ്ടിയാണ് ഈ സെറ്റിൽമെൻറ്റ് പ്രദേശത്ത് ചക്ക, വാഴ, തെങ്ങ്, കമുക് എന്നീ വൃക്ഷങ്ങൾ മുഴുവനും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ പരിസരം മനസ്സിലാക്കി ഓരോ ദേഹണ്ണങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾ ഉറങ്ങുന്ന ആ സമയം നോക്കി ആന കയറി ഈ സാധനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടത് ഈ ജനതയുടെ ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.